ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വായിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പുഡിങ്ങാണിത്. മാത്രമല്ല ഇത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുഡിങ് ഒന്ന് തയ്യാറാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കും. ഒന്നിങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് കളറൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യണത് ഏത് പാത്രത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു കാരമലൈസ് ചെയ്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് 1/2 ലിറ്റർ അളവിൽ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇത് പാൽ ചൂടാക്കി എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു പാടയൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും ഒന്നും കുഴപ്പമില്ല. റവ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട കുത്തും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ പുഡിങ് ആകുമ്പോൾ ഇത്തിരി മധുരമൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ. നെയ്യല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് കട്ടിയാക്കിയിട്ട് എടുക്കേണ്ട. ചെറുതായിട്ടൊരു ലൂസ് കൂടിയിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. പിന്നെ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് ഈ ഒരു പരിവായപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വനില എസൻസ് നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ആ മുട്ടയുടെ ഒരു മണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ആയ പാലിൻ്റെ റവര ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗറൊക്കെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുഡിങ്ങിൻ്റെ ഒരു ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ പുഡിങ്ങിൻ്റെ പാത്രം മൂടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള ഈർപ്പവും വെള്ളമൊക്കെ ഇതിലേക്ക് വീഴും. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതൊന്നും മൂടിയിട്ട് മൂടിയിട്ട് നമുക്കിത് 20 മുതൽ 25 മിനിറ്റ് വരെ സമയം വേണ്ടി വരും നമുക്കിതൊന്ന് ആവിയിൽ വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ 20 മിനിറ്റ് 22 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേനും ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് കുത്തി നോക്കിയാൽ മതിട്ടോ. ഒരു സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ ഒക്കെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ട് കുത്തി നോക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ എവിടെയെങ്കിലും കുട്ടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സൈഡൊക്കെ ഒന്ന് വിടിച്ച് കൊടുക്കുക. ചെറു ചൂടോട് കൂടി തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിങ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്